ഒരു ബലിയർപ്പണവേദിയൊരുങ്ങി, സ്നേഹത്തിൻ പൂജാർപ്പണവേദിയൊരുങ്ങി. പാടാമൊരു മനമായി സ്തുതികീർത്തനമേകാം, ചേരാമൊരു നവജീവിത ബലിയിതു നോക്കാം. വീണ്ടും ഒരു ബലിയർപ്പണവേദിയൊരുങ്ങി, സ്നേഹത്തിൻ പൂജാർപ്പണവേദിയൊരുങ്ങി. പാടാമൊരു മനമായി സ്തുതികീർത്തനമേകാം, ചേരാമൊരു നവജീവിത ബലിയിതു നോക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടി ബലി അർപ്പിക്കാം. അനുരഞ്ജിതരാം തിരുനീരാം നവമൊരു പീഠമൊരുക്കീരാം, ഒരുവൻ സ്നേഹമണിയാം, തിരുമുൻപാകെ അലക്ഷ്യം. അത്യുന്നതമാ സ്വലോകത്തിൽ സർവേശ്വരും സ്തുതിഗീതം. ഭൂമിയിലെങ്ങും ഭക്തിയും ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വലോകത്തിൽ സർവേശ്വരും സ്തുതിഗീതം. ഭൂമിയിലെങ്ങും ഭക്തിയും ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വലോകത്തിൽ സർവേശ്വരും സ്തുതിഗീതം. ഭൂമിയിലെങ്ങും ഭക്തിയും ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുനാമത്തിൽ ഉറച്ച് വിശ്വസിക്കുകയും ആ വിശ്വാസം പരമാർത്ഥതയോടെ ഏറ്റുപറയുകയും ചെയ്യുന്ന ഞങ്ങളെ ശക്തരാക്കണമേ. ആത്മശരീരങ്ങളെ പവിത്രീകരിക്കുന്ന ഈ പരിഹാര രഹസ്യങ്ങൾ ഞങ്ങൾ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യട്ടെ. നിർമ്മല ഹൃദയത്തോടും വിശുദ്ധ വിചാരങ്ങളോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുകയും അങ്ങ് കനിഞ്ഞു നൽകിയ രക്ഷയെ പ്രതി നിരന്തരം അങ്ങയെ സ്തുതിക്കുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സൃഷ്ടികളെ സ്തുതി പാടുവിൻ, നാഥനെ വാഴ്ത്തിടുവിൻ. മഹിമകൾ നിന്നും ഇഹപരനെ നിത്യം പാടി പുകഴ്ത്തിടുവിൻ. സൃഷ്ടികളെ സ്തുതി പാടുവിൻ,
നാഥനെ വാഴ്ത്തിടുവിൻ. മഹിമകളെന്നും ഇഹപരനെ നിത്യം പാടി പുകഴ്ത്തിടുവിൻ. വാനിടമേ ദൈവദൂതരെ നാഥനെ വാഴ്ത്തിടുവിൻ. അമ്പരമേ ജലസഞ്ചയമേ നിത്യം പാടി പുകഴ്ത്തിടുവിൻ. ഉന്നത ശക്തികളെ വരും നാഥനെ വാഴ്ത്തിടുവിൻ. പകലവനെ പനിമതിയെ നിത്യം പാടി പുകഴ്ത്തിടുവിൻ. സൃഷ്ടികളെ സ്തുതി പാടുവിൻ. നാഥനെ വാഴ്ത്തിടുവിൻ. മഹിമകളെന്നും ഇഹപരനെ നിത്യം പാടി പുകഴ്ത്തിടുവിൻ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും നിരന്തരം മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങിനമിക്കുന്നു. ഈശോനാഥാ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാവുദ്ധാരം നീ അരുളുന്നു. അക്ഷയഭവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. അങ്ങയെ ആരാധിക്കുവാനും പുകഴ്ത്തുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ. സർവ്വരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാലന സർവേശ്വര, പരിപാലന പ്രലവാനി, പരിപാലന ഭവത്തെ നിൻ കൃപണങ്ങൾ വേണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവെ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ജീവദായകവും ദൈവികവുമായ വചനങ്ങളുടെ മധുര സ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഭരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും ഞങ്ങളുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.
17 വരെയുള്ള തിരുവചനങ്ങൾ. നിശിഹാദിനെ അനുഗ്രഹിക്കട്ടെ. ആകുലതയും ആശ്വാസവും. ക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിക്കാൻ താൻ ത്രോവാസിൽ ചെന്നപ്പോൾ കർത്താവിൽ എനിക്കായി ഒരു വാതിൽ തുറക്കപ്പെട്ടു. എന്നാൽ എന്റെ സഹോദരനായ തീത്തോസിനെ അവിടെ കാണായികയാൽ എന്റെ മനസ്സിന് ഒരു സ്വസ്ഥതയും ഉണ്ടായിരുന്നില്ല. അതിനാൽ ഞാൻ അവിടെയുള്ളവരോട് യാത്ര പറഞ്ഞിട്ട് മക്കെദോനിയയിലേക്ക് പോയി. ക്രിസ്തുവിൽ ഞങ്ങളെ എല്ലായ്പ്പോഴും വിജയത്തിലെത്തുകയും അവനെക്കുറിച്ചുള്ള ജ്ഞാനത്തിന്റെ സൗരഭ്യം ഞങ്ങൾ വഴി എല്ലായിടത്തും പരത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തുതി. എന്തുകൊണ്ടെന്നാൽ രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും ശിക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ പരിമളമാണ്. ഒരുവന് മരണത്തിൽ നിന്നും മരണത്തിലേക്കുള്ള സൗരഭ്യവും അപരന് ജീവനിൽ നിന്നും ജീവനിലേക്കുള്ള സൗരഭ്യവും. ഇവയ്ക്കെല്ലാം കെൽപ്പുള്ളവൻ ആരാണ്? ദൈവവചനത്തിൽ മായം ചേർത്ത് കച്ചവടം ചെയ്യുന്ന അനേകരുണ്ട്. അവരെ പോലെയല്ല ഞങ്ങൾ, മറിച്ച് ദൈവസന്നിധിയിൽ വിശ്വസ്തരും ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവരും എന്ന നിലയിൽ യേശുക്രിസ്തുവിൽ ഞങ്ങൾ സംസാരിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എഫ്ഫാത്താ, എഫ്ഫാത്താ, വെളിയിലുയരുന്ന വചനം. എഫ്ഫാത്താ, എഫ്ഫാത്താ, വെളിയിലുയരുന്ന വചനം. എഫ്ഫാത്താ, എഫ്ഫാത്താ, വെളിയിലുയരുന്ന വചനം. ആത്മീയത നിരതമാക്കും ആശ്വാസമേകും വചനം. ശ്രമിക്കാൻ ഹൃദയമൊരുക്കാം, ഈ ജീവിതത്തിൽ പകർത്താം. എഫ്ഫാത്താ, എഫ്ഫാത്താ, വെളിയിലുയരുന്ന വചനം. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടുകൂടി. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 20-ാം അധ്യായം 1 മുതൽ 16 വരെ തിരുവചനങ്ങൾ. സ്വർഗരാജ്യം തൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് ജോലിക്കാരെ വിളിക്കാൻ അതിരാവിലെ പുറപ്പെട്ട വീട്ടുടമസ്ഥന് സദൃശ്യം. ദിവസം 1 ദനാര വീതം വേതനം നൽകാമെന്ന കരാറിൽ അവൻ അവരെ മുന്തിരിത്തോട്ടത്തിലേക്ക് അയച്ചു. 3-ാം മണിക്കൂറിൽ അവൻ പുറത്തേക്കിറങ്ങിയപ്പോൾ ചിലർ ചന്തസ്ഥലത്ത് അലസരായി നിൽക്കുന്നത് കണ്ട് അവരോട് പറഞ്ഞു, നിങ്ങളും മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവിൻ, ന്യായമായ വേതനം നിങ്ങൾക്ക് ഞാൻ തരാം. അവരും മുന്തിരിത്തോട്ടത്തിലേക്ക് പോയി. 6-ാം മണിക്കൂറിലും 9-ാം മണിക്കൂറിലും പുറത്തേക്ക് ഇറങ്ങിയപ്പോഴും അവൻ ഇതുപോലെ തന്നെ ചെയ്തു. ഏകദേശം 11-ാം മണിക്കൂറിൽ അവൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴും അവിടെ ചിലർ നിൽക്കുന്നത് കണ്ട് അവരോട് ചോദിച്ചു, നിങ്ങൾ ദിവസം മുഴുവൻ അലസരായി നിൽക്കുന്നത് എന്ത്? ഞങ്ങളെ ആരും വേലയ്ക്ക് വിളിക്കാത്തത് കൊണ്ട് എന്നവൻ മറുപടി നൽകി. അവൻ പറഞ്ഞു, നിങ്ങളും മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുക. വൈകുന്നേരമായപ്പോൾ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ കാര്യസ്ഥനോട് പറഞ്ഞു, ജോലിക്കാരെ വിളിച്ച് അവസാനം വന്നവർക്ക് തുടങ്ങി ആദ്യം വന്നവർക്ക് വരെ കൂലി കൊടുക്കുക. 11-ാം മണിക്കൂറിൽ വന്നവർക്ക് ഓരോ ദനാര ലഭിച്ചു. തങ്ങൾക്ക് കൂടുതൽ ലഭിക്കുമെന്ന് ആദ്യം വന്നവർ വിചാരിച്ചു. എന്നാൽ അവർക്കും ഓരോ ദനാര തന്നെ കിട്ടി. അത് വാങ്ങുമ്പോൾ അവർ വീട്ടുടമസ്ഥന് എതിരെ പെരുപിറുത്തു. അവസാനം വന്ന ഇവർ 1 മണിക്കൂറേ ജോലി ചെയ്തുള്ളൂ. എന്നിട്ടും പകലിന്റെ അധ്വാനവും ചൂടും സഹിച്ച ഞങ്ങളോട് അവരെ നീ തുല്യരാക്കിയല്ലോ. അവൻ അവരിൽ ഒരുവനോട് ഇങ്ങനെ മറുപടി പറഞ്ഞു, സ്നേഹിത, ഞാൻ നിന്നോടൊരു അനീതിയും ചെയ്യുന്നില്ല.
ഒരു ധനാരക്കല്ലേ നീ എന്നോട് സമ്മതിച്ചിരുന്നത്? നിനക്ക് അവകാശപ്പെട്ടത് വാങ്ങിക്കൊണ്ടു പോയിക്കൊള്ളുക. അവസാനം വന്ന ഇവനും നിനക്ക് നൽകിയതുപോലെ തന്നെ കൊടുക്കാനാണ് എനിക്കിഷ്ടം. എൻ്റെ വസ്തുവകകൾ കൊണ്ട് എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ പാടില്ലെന്നോ? ഞാൻ നല്ലവനായതുകൊണ്ട് നീ എന്തിന് അസൂയപ്പെടുന്നു? ഇപ്രകാരം പിമ്പന്മാർ മുമ്പന്മാരും മുമ്പന്മാർ പിമ്പന്മാരുമാകും. നമ്മുടെ കർത്താവായ മിശിഹായുടെ സ്തുതിയെ. സഹോദരന്മാരെ, ഇന്നത്തെ കൊന്തയുടെ ആദ്യ രഹസ്യം ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ ചില മനസ്സിലൊരു ചിന്ത വന്നതാണ് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുക. ഇന്നത്തെ സുവിശേഷ വചനത്തോട് ബന്ധപ്പെടുത്തി സുവിശേഷത്തിൽ മുന്തിരിത്തോട്ടത്തിൽ ജോലിക്കാരെ വിളിക്കാൻ പുറപ്പെട്ട വീട്ടുടമസ്ഥനെ കുറിച്ചാണ്. മുന്തിരിത്തോട്ടം എന്ന വാക്ക് അച്ഛൻ മുന്തിരിത്തോട്ടം എന്ന വാക്ക് ആദ്യമായി കേട്ടത് 8 വയസ്സുള്ള ഒരു കുട്ടിയായിരിക്കുമ്പോഴാണ് ഓർമ്മ അച്ഛൻ്റെ മനസ്സിൽ ഇപ്പോഴുണ്ട്. അതൊരു കൂട്ടിച്ചേർത്തിന് ഓർത്തുപോയി. ആദ്യമായിട്ട് അച്ഛൻ മേക്കപ്പ് ചെയ്യാനിടയായത് അച്ഛൻ നാടകത്തിലോ സിനിമയിലോ ഒന്നും അഭിനയിച്ചിട്ടൊന്നുമില്ല. ആദ്യമായിട്ട് മേക്കപ്പ് ചെയ്യപ്പെടാനിടയായത് തിരുപ്പട്ടത്തിനുമല്ലാണ്ട്. തിരുപ്പട്ടത്തിനൊന്നും മേക്കപ്പ് ചെയ്യാറില്ല. ഡിവൈനിലെ സ്റ്റുഡിയോയിൽ ഒരു ഡോക്യുമെൻ്ററി കോൾ ടു സെർവ് എന്ന പ്രോഗ്രാം ചെയ്യാനായിട്ട് വിളിക്കപ്പെട്ടപ്പോൾ അവർ അച്ഛൻ മേക്കപ്പ് ചെയ്ത് ഓർക്കുകയാണ്. അപ്പം ആ പ്രോഗ്രാമിൽ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് പറയുന്നതുകൂടി ഓർത്തതുകൊണ്ടാണ് അച്ഛൻ കൂട്ടിച്ചേർക്കുക. അപ്പോൾ കർത്താവ് ഓർമ്മിപ്പിച്ച കാര്യം ഇതാണ്: മോനെ, നീ കുട്ടിയായിരിക്കുമ്പോൾ 8 വയസ്സുള്ള കുട്ടിയായിരിക്കുമ്പോൾ എൻ്റെ അമ്മ നിന്നോട് എൻ്റെ കർത്താവിൽ നിൻ്റെ മുന്തിരിത്തോട്ടത്തിലെ വേലക്കാരനായി വിളിക്കണേ എന്ന് പറഞ്ഞ വാക്കുകൾ. എന്നിട്ട് ഏതാണ്ട് ഇങ്ങനെ കർത്താവ് പറയുന്നത് പോലെ അച്ഛൻ അനുഭവപ്പെട്ട്, അന്ന് നിൻ്റെ അമ്മ അങ്ങനെ നിന്നോട് പറഞ്ഞില്ലായിരുന്നെങ്കിൽ നീ ഇവിടെ വന്ന് നിൽക്കില്ലായിരുന്നു, നീ ഒരു വൈദികനാകില്ലായിരുന്നു. പക്ഷേ അങ്ങനെ കുറേ കാര്യമില്ല. അച്ഛനിത് ഓർമ്മിപ്പിക്കുക. മാതാപിതാക്കന്മാർ കൊച്ചു കുഞ്ഞുങ്ങളോടുൾപ്പെടെ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയുന്നതിൽ വീഴ്ച വന്നാൽ നമ്മെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ജോലികളിൽ വീഴ്ച വരുന്നു. നമുക്ക് ലഭിക്കുന്ന കൂലി പോലും കുറഞ്ഞു പോകലില്ലാതാകും. അച്ഛൻ അവിടെ കൊന്ത ചൊല്ലി മുട്ടുകുത്തിന്നിട്ട് കൊന്ത ചൊല്ലിയ സമയത്ത് അച്ഛൻ്റെ ഫോൺ എടുത്തു. എന്നിട്ട് ഒരു മിസ് കോൾ ഇട്ടു. ഒരു കോൾ കൊടുത്തു ഒരാൾക്ക്. മറുപടിയൊന്നും കേൾക്കാൻ അച്ഛൻ ഇതിൽ അച്ഛൻ ഓഫ് ചെയ്തു. അങ്ങനെ ആ കോള് ഇട്ടതുകൊണ്ടാണ് ആൽബർട്ട് ഓർഗൻ വായിക്കാനായിട്ട് വന്നത് കുർബാനയ്ക്ക് മുമ്പ് എത്തിയത്. പക്ഷെ അവിടെ നിന്ന് പെട്ടെന്ന് തോന്നി, ഈ ആൽബർട്ടിനൊന്ന് വിളിച്ചിട്ടില്ലോ കുർബാനയ്ക്ക് ഓർഗൻ വായിക്കാൻ. നമ്മയൊക്കെ കർത്താവ് ഇതുപോലെ വിളിക്കുന്ന രഹസ്യത്തെക്കുറിച്ചാണ് ഈ സുവിശേഷം പറഞ്ഞു തരിക. ഇവിടെ ആരാ വലുത് ചെറുത് എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. എപ്പോൾ വിളിക്കപ്പെട്ടു, എങ്ങനെ വിളിക്കപ്പെട്ടു എന്നുള്ളതൊന്നും വിഷയമല്ല. ഇന്നലെ വൈകിട്ട് രാത്രിയിൽ ഒരു യൂട്യൂബിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. പലരും കണ്ടു കാണുന്ന അച്ഛൻ ഗ്രൂപ്പിലെ വാട്സപ്പിൽ ഇട്ടിരുന്നു. ഒരു കൊച്ചു വിശുദ്ധൻ 17 വയസ്സുള്ള ഒരു ഇറ്റാലിയൻ യുവാവിനെ വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിക്കുന്ന അതിന് കാർലോ. വളരെ പേര് അതിലെ കമൻറ്റിങ്ങനെ എഴുതിയിടുക, കാർലോ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, എനിക്ക് ജോലി കിട്ടാൻ, അത് കിട്ടാൻ, ഇതിവിടെ ഇങ്ങനെ എഴുതിയിരുന്നത് കണ്ട് രസമായിരുന്നു. യൂട്യൂബിൽ ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ എഴുതിയിട്ട് കാണുന്നത്. അച്ഛൻ ചിരി വന്നു. കർത്താവ് ശോഭിശിഹായുടെ മുമ്പിൽ ചെന്നിട്ട് കർത്താവെ അനുഗ്രഹിക്കണേ എന്ന് ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റാത്ത ആളുകളാൽ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക. കർത്താവ് ശോഭിശിഹ തന്നെ അവരുടെ ഹൃദയത്തിൽ തന്നെ ഉണ്ട്. ഇനി ഈ ജോലിയോട് ബന്ധപ്പെട്ട് തന്നെ മറ്റൊരു ചിന്ത അച്ഛൻ്റെ മനസ്സിൽ വന്നത്, അച്ഛൻ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ഒരു കൊറോണ പേഷ്യൻറ്റിനെ കുറിച്ച് പറഞ്ഞു. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ 2 ആഴ്ചയായി ആ രോഗി കിടക്കുന്നു. വളരെയേറെ ദുഃഖിതയായി അദ്ദേഹത്തിൻ്റെ ഭാര്യ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഫോൺ വിളിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞൊരു വചനം ഓർക്കുകയാണ്: മോളെ, നീ തമ്പുരാനെ ഓർത്ത് നിന്റെ ഭർത്താവിനെ തമ്പുരാൻ്റെ അടുത്തേക്ക് വെച്ച്. വളരെ ഗുരുതരാവസ്ഥയിലാണ് രോഗിയെന്ന് അച്ഛനറിയാം. ആ ഗുരുതരാവസ്ഥയൊന്നും അവരോട് പറയണമെന്നില്ല. നീ തമ്പുരാൻ്റെ അടുത്ത് ഇറക്കി വയ്ക്കും.
എന്നിട്ടൊരു വചനമാണ് പറഞ്ഞത്, ലൂക്ക 10:25-37. അതിൽ നല്ല സമറിയക്കാരൻ്റെ കഥയാണത്. എന്നിട്ട് ഞാൻ ചോദിച്ചു, മോളെ, ഈ സമറിയക്കാരൻ മുറിവേറ്റവനെ കണ്ടു, അവൻ്റെ അടുത്ത് ചെന്നു, മുറിവുകൾ എണ്ണയും വീഞ്ഞും ഒക്കെ പകർന്നു, തോളിലേറ്റി, കൂടെ കഴുതപ്പുറത്ത് കയറ്റി, എന്നിട്ട് ഇങ്ങനെ കൊണ്ട് നടക്കാമെന്ന് വിചാരിക്കുക. കണ്ട് മുട്ടിയ സമയം മുതൽ, എടുത്ത സമയം മുതൽ ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ്. അങ്ങനെ വൈകുന്നേരമായി, രാത്രിയായി, കഴുതപ്പുറത്ത് നടക്കണില്ല, സത്രത്തിലൊന്നും കൊണ്ടുപോകണില്ല. ഇങ്ങനെ കൊണ്ടു നടന്നാൽ എന്തായിരിക്കും ഫലം? എന്തായിരിക്കും ഫലം? വളരെ കൃത്യമാണ്, മരിച്ചു പോകും. ഈ യാത്രക്കാരൻ്റെ കടമ സത്രത്തിൽ ആളെ എത്തിക്കുക എന്നുള്ളതാണ്. പിന്നെ അവിടെ ചെല്ലുമ്പോൾ അവരാണ് നോക്കണ കാര്യങ്ങളൊക്കെ. ഈ ഉപമ പറഞ്ഞുകൊണ്ട് അച്ഛൻ പറഞ്ഞു, മോളെ, നീ നിന്റെ ഭർത്താവിനെ തമ്പുരാൻ്റെ അടുത്ത് ഇറക്കി, നീ ഇങ്ങനെ തലയിൽ വെച്ചുകൊണ്ട് നടന്നാൽ നിനക്ക് തലവേദന പിടിക്കും, നിന്റെ പ്രഷർ കൂടും, ഷുഗർ കൂടും, നീ തന്നെ രോഗിയാകും, ഭർത്താവിനേക്കാൾ കൂടുതൽ രോഗി നീയാകും. അതുകൊണ്ട് തമ്പുരാൻ്റെ അടുത്ത് ഇറക്കി വയ്ക്കുക. പ്രിയപ്പെട്ടവരെ, അച്ഛൻ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, അന്നത്തെ ആ ദിനത്തിൽ തന്നെ ഈ പറഞ്ഞ കളമശ്ശേരി മെഡിക്കൽ കോളേജിൻ്റെ ഏറ്റവും പ്രധാന ഉത്തരവാദിത്തപ്പെട്ട ഡോക്ടർ ഈ രോഗിയുടെ ബന്ധുവാണ് എന്ന് തിരിച്ചറിയാനിടയാവുകയും അവർ ഈ ഡോക്ടറോട് തന്നെ തങ്ങളുടെ ബന്ധുവാണ്, ഇങ്ങനെയാണ് ആളോട് കിടക്കുന്നതെന്ന് അറിയുകയും അതിൽ വളരെ കാര്യമായി ഇടപെടൽ നടത്തുകയും അതിൻ്റെ ഫലമായി വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഇതോട് കൂട്ടിച്ചേർത്ത് അച്ഛൻ്റെ മനസ്സിൽ വരുന്ന വചനം യോഹന്നാൻ 11-ാം അധ്യായമാണ്. അവിടെ പ്രാർത്ഥനയുടെ വലിയ രഹസ്യത്തെക്കുറിച്ച്, സ്നേഹത്തിൻ്റെ ബന്ധത്തിൻ്റെ വലിയ രഹസ്യത്തെക്കുറിച്ച് പറയുന്ന 2 സ്ത്രീകളെ കാണാം. അവർ പറയുന്നൊരു പ്രാർത്ഥനയുണ്ട്. അത് പരിശുദ്ധ അമ്മ പറയുന്നതിനേക്കാളും കുറച്ചുകൂടി കടുപ്പം കൂടിയതാണെന്ന് പറയാം. അവർ പറയുന്നത് എന്താ? കർത്താവേ, നീ സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കും. ഞങ്ങളുടെ സഹോദരൻ രോഗിയായിരിക്കുന്നു എന്നല്ല, അവൻ മരണാസന്നനായിരിക്കുന്നു, നീ സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കും. നിന്റെ പ്രിയപ്പെട്ടവൻ രോഗിയാണ്. പ്രിയപ്പെട്ടവരെ, എൻ്റെ മോൻ, എൻ്റെ മോള്, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ് എന്നതിനേക്കാൾ നിന്റെ മകൻ, ഈ ഒരു ബന്ധം കർത്താവിനെ ഒന്ന് ഓർമ്മിപ്പിച്ചാൽ. പക്ഷെ ഇതിന് പലർക്കും പറ്റുകയില്ല. കാരണം എൻ്റെ മോൻ, ചില കുട്ടികളെ കുറിച്ച് അമ്മമാര് പറയില്ല, എൻ്റെ മോനെ തൊട്ടുപോകരുത്. ചില അമ്മായിമാർ ചോദിക്കും, വഴി നിനക്ക് നിന്റെ മോനെ കിട്ടിയത് എങ്ങനെയാ, നീ വീട്ടിൽ നിന്ന് നമുക്ക് കൊണ്ടുവന്നുള്ളതൊക്കെ ഡയലോഗ് പറയില്ലേ. ഈ എൻ്റെ മോൻ എന്നതിന് പകരം തമ്പുരാൻ തന്നതല്ലാതെ എന്താ ഉള്ളത്? ദൈവം തന്നതല്ലാതെ എന്താണ് ഉള്ളത്? അച്ഛൻ ഇന്ന് പ്രാർത്ഥന ചൊല്ലിയപ്പോൾ ഒരു പ്രാർത്ഥന എനിക്ക് നിന്നുപോയി. ഒരു ദിവസം അച്ഛൻ ഒരാൾ ചോദിച്ചു, അച്ഛൻ പല കാര്യങ്ങൾ അച്ഛനെ മനസ്സിലേക്ക് ഇങ്ങനെ വരുന്ന അച്ഛൻ ഇങ്ങനെ പ്രാർത്ഥന തെറ്റാതെ ചൊല്ലാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പൊ ആ വാക്ക് നിന്നുപോയത് കുറെ കാര്യങ്ങൾ ആ സമയത്ത് ഇങ്ങനെ മനസ്സിൽ നിറഞ്ഞത് കൊണ്ടാണ്. ആ സമയത്ത് ഒരു വേലക്കാരി എന്ന് പറഞ്ഞിട്ടൊരു ഡയലോഗ് 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി അമ്മയോട് പറഞ്ഞത് ഓർത്തു. ഏതാണ്ട് ജോലി അമ്മ മോളോട് പറഞ്ഞപ്പോ മോള് പറഞ്ഞ ഡയലോഗാണ്, ഞാൻ അമ്മയുടെ സെർവൻ്റ് ഒന്നുമല്ല, എന്നെ കിട്ടില്ല അതിനൊന്നും. 7-ാം ക്ലാസ്സിൽ ഒരു പെൺകുട്ടിയോട് അമ്മയോട്, അതാണ് അമ്മ സെർവൻ്റ്. പല വീടുകളിലും അങ്ങനെയല്ലേ, അമ്മമാര് സെർവന്റിനെ പോലെ എല്ലാം ചെയ്തു വന്നു. ഒരു കടിയിലൊരു പോരായ്മ ഉണ്ടായാൽ കട്ടപ്പോരാകുക. ചിലപ്പോൾ പാത്രമൊക്കെ തെരഞ്ഞു കഴിഞ്ഞാൽ ഭർത്താക്കന്മാരും മക്കളും അങ്ങനെ തന്നെ. എന്നാൽ ഈ മകനും മകൾക്കും ഈ മരുമോൾക്കും ഒക്കെ ഈ ഭക്ഷണം ഉണ്ടാക്കുന്നതിന് ഉത്തരവാദിത്വമുണ്ട്. ഈ ഭക്ഷണമൊക്കെ ഒന്ന് സ്വയം ഉണ്ടാക്കി അതിന് ടേസ്റ്റ് ഭയങ്കരമായിട്ട് കൂടുന്ന പറയുന്നത്. മനസ്സിലായില്ലേ? മറ്റുള്ളവർ തരുമ്പോൾ അതിലേറ്റവും കുഞ്ഞു പോരായ്മ പോലും ഉൾക്കൊള്ളാൻ പറ്റുകയില്ല. സ്വയം ഉണ്ടാക്കിയാൽ അതിലൊരു പോരായ്മ അനുഭവപ്പെടുകയുമില്ല. അപ്പോ ഈ ദാസർ എന്നുള്ള തലത്തിനപ്പുറത്തേക്ക് കടന്ന്, ജോലിക്കാരെന്നുള്ള അവസ്ഥയ്ക്ക് അപ്പുറത്തേക്ക് കടന്ന് കർത്താവ് കൂലിക്കാരെ കുറിച്ച് പറയുന്നില്ലേ? ചെന്നായി വരുമ്പോൾ ഓടിപ്പോകുന്നത് കൂലിക്കാരാണ്.
ഇടയന് ഓടിപ്പോകാൻ പറ്റില്ല. ഒരമ്മയ്ക്ക് വീട്ടിൽ നിന്ന് ഓടിപ്പോകാൻ പറ്റില്ല. മക്കൾക്ക് ഒളിച്ചോടിപ്പോകാൻ പറ്റും, ഭർത്താവിന് പേർക്ക് ഒളിച്ചോടിപ്പോകാൻ പറ്റും. പക്ഷെ ഒരമ്മയ്ക്ക് ഒളിച്ചോടി പോകാൻ പറ്റില്ല. പക്ഷേ ഈ അമ്മയ്ക്ക് നൽകുന്ന ദൈവം നൽകുന്ന സമ്മാനം എന്താണ്? ആദ്യം വന്നവർക്ക് മുതൽ അവസാനം വന്നവർക്ക് വരെ കൊടുക്കുന്ന കൂലി എന്താണ്? എന്താണ് കൂലി? എല്ലാവർക്കും ഒരു ധനാണ്. അച്ഛൻ ഇങ്ങനെ പറഞ്ഞപ്പോ കുറെ വിശുദ്ധരെയാണ് ഓർത്തത്. ഇന്നലെ പറഞ്ഞ കാർലോ മുതൽ ഫ്രാൻസിസ് അസീസി മുതൽ മദർ തെരേസ മുതൽ എല്ലാവർക്കും ഒരു ധനാറ കൊടുത്ത് സ്വർഗരാജ്യം. ഇതിൽ കൂടുതലില്ല, കുറവില്ല. എന്ന് വിളിക്കപ്പെട്ടു, ഏത് പ്രായത്തിൽ വിളിക്കപ്പെട്ടു എന്നുള്ളതൊന്നും വിഷയമല്ല. എങ്ങനെ ദൈവഭവനത്തിൽ വ്യാപരിച്ചു. ചില കുഞ്ഞു ഉദാഹരണം ഓർക്കുകയാണ്. അച്ഛൻ ഇന്നലെ ഭയങ്കര സന്തോഷം തോന്നിയൊരു അനുഭവമാണ്. അതായത് ഇന്നലെ രാവിലെ അച്ഛൻ ഒരു രോഗിക്ക് കുർബാനയ്ക്ക് കൊടുക്കാൻ പോയി. ആ രോഗിക്ക് ഓർമ്മയൊന്നുമില്ല എന്നാണ് രോഗിയുടെ ബന്ധുക്കളൊക്കെ പറയുന്നത്. പക്ഷെ അച്ഛൻ സംസാരിക്കുമ്പോൾ നല്ല ഓർമ്മയും നല്ല കൃത്യതയാണ്. അത് വളരെ രസമാണ്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നത്. വളരെ കൃത്യം എല്ലാ കാര്യങ്ങളും. അപ്പോൾ നിനക്കെന്തും പറയാനുള്ള അച്ഛനോടൊരു കാര്യം പറയാനുണ്ട്. എന്തായാലും പറയും. അച്ഛൻ വൈകുന്നേരം പറയാം. അപ്പോൾ അവരൊക്കെ ചോദിച്ചു, അച്ഛൻ ഈ വീട്ടിൽ വൈകുന്നേരം പറഞ്ഞ് നിനക്കൊന്ന് കേൾക്കാനായിട്ട്. അച്ഛൻ വരും, അവനോട് പറയാം. വൈകുന്നേരം അച്ഛൻ വീട്ടിൽ ചെന്ന വീട്ടിലേക്ക് ഈ രോഗി എന്താണ് പറയുന്നത് കേൾക്കാൻ. അച്ഛന് വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങൾ കേട്ടു. കഴിഞ്ഞ 2.5 കൊല്ലമായിട്ട് ഈ രോഗിയെ പല പ്രാവശ്യം കണ്ണിൽ ഒരിക്കലും സംസാരിക്കാനില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ പറയുക. കുടുംബജീവിതത്തെക്കുറിച്ച് കുടുംബത്തിലെ അംഗങ്ങളൊക്കെ സ്നേഹത്തിൽ അനുസരണങ്ങളൊക്കെ ജീവിക്കുന്നു. എല്ലാവരും നൽകുന്ന അതെ ഓർമ്മയില്ല, ബോധമില്ല എന്ന് പറയുന്ന ആള് ഇങ്ങനെ പറയും. ഇത് കേൾക്കാൻ വേണ്ടി അച്ഛനെ വൈകുന്നേരം വീണ്ടും ആ വീട്ടിലേക്ക് കർത്താവ് കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ അച്ഛനൊരു വേലക്കാരനെ പോലെ ചിന്തിക്കുന്നത്. അതെ, അവൻ എന്നോട് പറഞ്ഞതാണ് വൈകുന്നേരം ചെല്ലമാണ്. അതുകൊണ്ട് കൊണ്ടുപോയി. പ്രിയപ്പെട്ടവരെ, തമ്പുരാൻ നമുക്ക് ആ യാത്രയുടെ അല്ലെങ്കിൽ ഇന്നലത്തെ നടത്തിയ യാത്രയുടെ ഭാഗമായിട്ടാണെന്ന് പലരും പള്ളിയിലേക്ക് വന്നത് പോലും. അപ്പോൾ ഇതൊക്കെ ദൈവിക പദ്ധതിയിൽ പ്രധാനപ്പെട്ടതാണ്. ഓർക്കുക, നമ്മൾ ആരോട് എന്ത് പറയുന്നു, ഇതൊക്കെ ദൈവിക പദ്ധതിയിൽ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ചിലപ്പോൾ ഒരു വാക്ക് പറയുന്നതാകാം. അതിൻ്റെ ഭാഗമായിട്ടാണ് അച്ഛൻ്റെ അമ്മ തന്നെ അച്ഛനോട് മുന്തിരിത്തോട്ടത്തിലെ വേലക്കാരൻ എന്ന കാര്യം ആ ഉദാഹരണം പറഞ്ഞത്. ഈ ഉദാഹരണം ഒരിക്കലും ഒരു കൊച്ചുകുട്ടിയോട്, ഒരു കൊച്ചുകുട്ടിയുടെ ജീവിതത്തെ സ്വാധീനിക്കാനിടയായ കാര്യം ഓർത്തിട്ട് വല്ലാതെ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ഐറിൻ എന്ന അവളുടെ പേര്. 2005 ഞാൻ ആ കുട്ടിയെ കണ്ടത്. ആ കുട്ടിയെ ഒരു കുടുംബ യൂണിറ്റ് വെച്ച് കാണുമ്പോൾ അവളോട് ഞാൻ ചോദിച്ചു, കുടുംബത്തിലെ ആളുകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ഐറിൻ വന്നേ, എന്തൊക്കെ വിശേഷം? നഴ്സറി പഠിക്കുന്ന കുട്ടിയെന്ന് പറഞ്ഞുണ്ടോ, എന്തൊക്കെ വിശേഷം? അപ്പോൾ അവൾ പറഞ്ഞു, സുഖമായിരിക്കുന്നു അച്ഛാ. അവൾ പ്രാർത്ഥിക്കാറുണ്ടോ? ഉണ്ടച്ചാ. ഇത് മാത്രം പ്രാർത്ഥിക്കും, ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും. എന്താ പ്രാർത്ഥിക്കുന്നേ? അവള് പറഞ്ഞു, നഴ്സറി പഠിക്കുന്ന കുട്ടി പറഞ്ഞതാണ്. അവളുടെ പക്രുവാ, എപ്പോഴും ഓർക്കുന്ന അച്ഛനാ നിമിഷങ്ങൾ. അവള് പറഞ്ഞു, ഈശോയെ അങ്ങയുടെ മുന്തിരിത്തോപ്പിലേക്ക് എന്നെയും വേലക്കാരനായി വിളിക്കണേ. ഇതാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുക. വലിയ സന്തോഷം തോന്നി. അപ്പൊ ഞാൻ ചോദിച്ചു, മോളെ ഇത് ആരാ മോളെ പ്രാർത്ഥന പഠിപ്പിച്ചേ? കാരണം അച്ഛനെ സ്പർശിക്കാൻ കാരണം അച്ഛൻ്റെ അമ്മ പഠിപ്പിച്ച പ്രാർത്ഥനയാണെന്നത് ഭയങ്കര സന്തോഷം കൊണ്ടാണ്. അപ്പൊ ഈ കൊച്ചു നേരെ കൈ കൊണ്ടിട്ട് ഒരു അച്ഛനെ പഠിപ്പിച്ചേ. അതെങ്ങനെ മോളെ? അതെന്താ അച്ഛൻ പഠിപ്പിച്ചേ? ഈ കൊച്ചു അച്ഛനോട് പറയാണപ്പോ, അതേ അച്ഛനൊരു ദിവസം പള്ളിയിൽ പ്രശ്നത്തിൽ പറഞ്ഞില്ലേ, അച്ഛൻ്റെ അമ്മ കൃത്യമായിട്ട് പറയുന്ന കുട്ടി നഴ്സറി പഠിക്കുന്ന കുട്ടിയാ, 8 വയസ്സിന്റെ കുട്ടിയായിരിക്കും അച്ഛൻ ഈശോയെ അങ്ങനെ മുന്തിരിത്തോപ്പിലേക്ക് നീ വേലക്കാരനായി വിളിക്കുന്ന അച്ഛൻ പറഞ്ഞില്ലേ? ഉവ്വ. അച്ഛൻ അന്ന് പറഞ്ഞ അന്ന് മുതൽ ഞാനത് എപ്പോഴും ചൊല്ലുന്നുണ്ട്. ഞാൻ എപ്പോഴും ചൊല്ലുന്നുണ്ട് ഈ വാചകം. പുറത്തു നോക്കിയേ. അപ്പോ അന്ന് കുട്ടിയായിരിക്കുമ്പോൾ അച്ഛനോട് അച്ഛൻ്റെ അമ്മ ഈ വാക്ക് പറയാൻ ഇടയായത് അച്ഛന് വേണ്ടി മാത്രമല്ല, ഈ കുട്ടിക്ക് വേണ്ടി പോലുമാണ്.
ഇങ്ങനെ ദൈവിക പദ്ധതിയിൽ നാം ചെയ്യുന്ന പറയുന്ന സകല കാര്യങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. നാം എല്ലാവരും ദൈവരാജ്യത്തിന് വേണ്ടിയുള്ളതും ദൈവരാജ്യത്തിലേതുമായ വേലക്കാരാണ്. അതിന്റെ ഭാഗമായിട്ടാണ് അച്ഛൻ ചില പല ഉദാഹരണങ്ങൾ പറഞ്ഞത്. അച്ഛനി പറഞ്ഞ രോഗിയുടെ ഭാര്യയെ കുറിച്ച് പറഞ്ഞ ഉൾപ്പെടെ ഈ 14 ദിവസത്തിൽ ഏറ്റവും വലിയ അത്ഭുതം ദൈവം ഇറങ്ങി വന്ന് ഇടപെട്ട് ചെയ്യാൻ ഇടയായ ദിവസം ഈ പറഞ്ഞ അച്ഛൻ പറഞ്ഞത് കേട്ടിട്ട് ഈ സ്ത്രീ ഭർത്താവിനെ തമ്പുരാന്റെ അടുത്ത് ഇറക്കി വെച്ച് അവളെ തലേന്ന് ഇറക്കി വെച്ച് നമ്മള് ദൈവം ചെയ്യുന്ന കാര്യത്തിൽ വിട്ടുകൊണ്ട് നീ കിടന്ന് വെപ്രാളപ്പെട്ടുകൊണ്ട് ബഹളം കൂട്ടിയതുകൊണ്ടോ ഭക്ഷണം കഴിക്കാതിരുന്നുകൊണ്ടോ ഉറങ്ങാതിരുന്നത് കൊണ്ടോ നിലവിളിച്ചത് കൊണ്ടോ ഒന്നും ഉപകാരം ഇല്ല എന്ന് പറഞ്ഞ് അന്ന് അവള് അതനുസരിച്ച് തമ്പുരാന്റെ അടുത്ത് ഇറക്കി വെച്ചു. അന്ന് ദൈവം ഏറ്റവും വലിയ അത്ഭുതം ചെയ്തു. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം, നമ്മുടെ ഭാര്യങ്ങളുടെ പോലും പ്രശ്നം എന്താ? നമ്മളിങ്ങനെ തലയിൽ വായിച്ചുകൊണ്ട് നടക്കും. കൊറോണ വരുമോ, വല്ല രോഗം വരുമോ, മരിച്ചു പോകുന്ന മോൻ അവിടെ പോയിട്ടുണ്ട്, ഇവിടെ പോയിട്ടുണ്ട്, എന്തെങ്കിലും സംഭവിക്കുമോ, സുരക്ഷിത തിരിച്ചെത്തുമോ, എങ്ങനെയൊക്കെയാണോ, എന്തൊക്കെയാണ്, ഇങ്ങനെ കിടന്ന് രാവും പകലും ഉറക്കവും ഇല്ലാതെ ഇങ്ങനെ നടക്കുക. ലാസറിന്റെ സഹോദരന്മാർ പറഞ്ഞ പോലെ അത് അച്ഛനോട് പറഞ്ഞു, മറിയത്തെക്കാളും ശക്തമായിട്ട് മറിയം പറഞ്ഞത് മോനെ അവർക്ക് വീഞ്ഞില്ല എന്നുള്ളൂ. അതിലും കടുപ്പത്തിലാണ് ലാസ്റ്റ് മത്തായി മറിയം പറഞ്ഞു, നീ സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു. കർത്താവെ, നിന്റെ മകൻ, നിന്റെ മകളാണ്, നീ എനിക്ക് ഇതിനെ വളർത്താൻ തന്നു. ഒരു ആട്ടിൻകുട്ടി കിടന്ന് കരയണില്ലേ പള്ളിമുറ്റത്ത്, അതിനെ കഴിഞ്ഞ ആഴ്ചയിൽ ലേലം വിളിക്കാൻ കൊണ്ടുവന്നതാ. അപ്പോൾ ഒരാൾ വിളിച്ചാൽ ഇതിന് ആളുകളൊന്നും കുറവാണല്ലോ, അടുത്ത ആഴ്ച വിളിച്ചാൽ മതി, അങ്ങനെ ആട്ടെ. അതിനെ പള്ളിക്ക് തന്നതാ. ഇതിൻ്റെ ഒരാളെ വളർത്താനെ പറ്റി ഒരാഴ്ച നീട്ടി കൊണ്ടുവന്നിരിക്കുക ലേലം വിളിക്കാനായിട്ട്. നമ്മളൊക്കെ ഇത്രയേ ഉള്ളൂ. നമ്മുടെ മക്കളെ തമ്പുരാൻ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചതാ. അതിന് രോഗം വന്നാൽ ദൈവമേ, എൻ്റെ മോന് സുഖമില്ല, നിന്റെ മോന് സുഖമില്ല, എൻ്റെ മോനൊക്കെ നിന്റെ മോനാണ്, എൻ്റെ മോള് അല്ല നിന്റെ മോളാണ്, നീ തന്ന മകളാണ്, അവളുടെ കാര്യം നീ നോക്കണേ എന്ന് പറഞ്ഞാൽ ദൈവം ഇടപെടും. മരിച്ചവൻ പോലും ഉയർത്തും. പക്ഷെ നമുക്കിത് അറിയാൻ മേല. ഏറെ പ്രാർത്ഥനയൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും ഈ ശാസ്ത്രം അറിയില്ല. അതുകൊണ്ട് കർത്താവ് എല്ലാം നിന്റെ മുമ്പിൽ വെച്ചു, നിന്റെ ഇഷ്ടം പോലെ ആവട്ടെ എന്ന് പറഞ്ഞ് ജീവിക്കാനുള്ള അനുഗ്രഹം തന്നെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ബലിയെ തുടരാം. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രതീക്ഷയോടുകൂടെ കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. പ്രമാണങ്ങളെയും പ്രവാചകന്മാരെയും സമാദരിക്കുകയും എല്ലാ നിയമങ്ങളും പൂർത്തിയാക്കുകയും ചെയ്ത മിശിഹായെ, ഞങ്ങളുടെ മേലധികാരികളിൽ നമ്മെ ദർശിക്കുവാനും അവരുടെ ആജ്ഞകൾ അനുസരിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഏലിയായുടെ തീക്ഷ്ണതയോടും മൂസയുടെ ധൈര്യത്തോടും കൂടെ ജീവിതകാലം മുഴുവൻ അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. താമ്പർമറയിൽ വെച്ച് രൂപാന്തരപ്പെടുകയും അങ്ങയുടെ മഹത്വം കൊണ്ട് ഭീതി പൂണ്ട വത്സര ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തുകയും ചെയ്ത കർത്താവെ, വിധി ദിവസത്തിൽ മഹത്വപൂർണ്ണനായ അങ്ങ് പ്രത്യക്ഷപ്പെടുമ്പോൾ ആനന്ദത്തോടെ അങ്ങയെ എതിരേൽക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അക്രമങ്ങളുടെ സ്നേഹത്തിലും സഹിഷ്ണുതയിലും സമാധാനത്തിന്റെ മാർഗത്തിലൂടെ ലോകജനതയെ നയിക്കുവാൻ രാഷ്ട്രതലന്മാരെ പഠിപ്പിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ വാഗ്ദാനത്തിന്റെ നാട്ടിലേക്ക് മൂശ നയിച്ചതുപോലെ സ്വർഗീയ ഭവനത്തിലേക്ക് ഞങ്ങളെ നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭാധ്യക്ഷ പിതാവായ മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായെയും മാർ ആന്റണി മെത്രാപ്പൊലീത്തായെയും സഭാധ്യക്ഷന്മാരെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മിശിഹായെ, അങ്ങ് കുരിശടയാളത്തോടുകൂടെ വാനമയങ്ങളിൽ പ്രത്യക്ഷനാകുമ്പോൾ ഞങ്ങളുടെ നിന്റെ വലതുഭാഗത്തെ അണിനിരക്കുവാൻ രാഷ്ട്രതലന്മാർ ഞങ്ങളെ അർഹരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രവാചകന്മാരുടെ പ്രതീക്ഷയും പഴയ നിയമത്തിന്റെ പൂർത്തീകരണവുമായ മിശിഹായെ,
ദൈവദൂതന്മാരാൽ പരിസേവിതനായി കുരിശടയാളത്തോടുകൂടി വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാകുമ്പോൾ വിശുദ്ധരോടൊന്ന് ചേർന്ന് എതിരേൽക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്റെ പെസഹ രഹസ്യത്തിൽ സജീവമായി പങ്കെടുക്കുന്ന ഞങ്ങളെ സ്വർഗരാജ്യത്തിന് അവകാശികളാക്കുകയും ചെയ്യണമേ. കർത്താവേ, ശക്തനായ ദൈവമേ, അങ്ങയുടെ അഭിഷിക്തൻ കഠിനമായ പീഡകൾ അനുഭവിച്ചു വീണ്ടെടുത്ത അജഗണമായ പരിശുദ്ധ കത്തോലിക്ക സഭ അങ്ങയുടേതാകുന്നു. പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്താൽ അതിൽ യഥാർത്ഥ പൗരോഹിത്യത്തിന്റെ പദവികൾ കൈവായ്പ വഴി നൽകപ്പെടുന്നു. വിശ്വാസികൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിന് പരിശുദ്ധമായ സഭാശരീരത്തിലെ സവിശേഷ അംഗങ്ങളാകുവാൻ നിസ്സാരരും ബലഹീനരുമായി ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. അതിനാൽ കർത്താവേ, അങ്ങയുടെ ദാനം ഞങ്ങളിൽ ഫലമണിയാൻ വരം തരണമേ. ഞങ്ങളെയും അങ്ങയുടെ സ്വന്തമായ ഈ ജനത്തെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. കർത്താവിൻ അങ്ങേ ആരാധ്യമായ തൃത്വത്തെ എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും തന്റെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുകയും ചെയ്ത മിശിഹ തന്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, മിശിഹായുടെ മഹത്വമേറിയ രണ്ടാമത്തെ ആഗമനം വരെ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ ബലി അർപ്പിക്കപ്പെടണം എന്ന കൽപ്പനയനുസരിച്ച് വിശുദ്ധ ബലിപീഠത്തിന്മേൽ ഇവ സജ്ജീകരിക്കപ്പെടുന്നു. അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സാധനമതുപോലാത്മജനം ദിവ്യരുകായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെ മാറിയൗസേപ്പിനെ സാദരമോർത്തിടാ പാവനമീ ബലിയിൽ ശാന്തി ലഭിച്ചിടുവാൻ പ്രാർത്ഥിപ്പിൻ. സർവരും ഒന്നായി പാടിയിടട്ടെ, ആമേൻ ആമേൻ. മാർത്തോമായേ നിന
സാക്ഷികളെ സൽക്കർമ്മികളെ നമ്മുടെ കൂടെ കർത്താവിനെന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും മഹിരോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉദ്ധിതരായിടുക തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിനെന്നേക്കും. നോക്കും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ത്രിത്വത്തെ നിത്യം വാഴ്ത്തിടാം. കർത്താവായ ദൈവമേ, കഴുകി ശുദ്ധമാക്കപ്പെട്ട ഹൃദയത്തോടും വെടിപ്പാക്കപ്പെട്ട മനസാക്ഷിയോടുകൂടെ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ ബലിപീഠത്തിന് മുമ്പാകെ നിൽക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആധ്യാത്മികവും മാനുഷികവുമായ ബലികൾ യഥാർത്ഥ വിശ്വാസത്തോടെ അങ്ങേക്ക് അർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെ സൃഷ്ടാവ് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിലെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കുള്ളതാണ് സകലനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യത്തിനുള്ള സത്യവും പിതാവിനോട് കൂടെ സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്ഥലത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിന് സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ത്രീയായി പിറക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം എഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്ത് പ്രാർത്ഥിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ പുറപ്പെടുന്ന സത്യാത്മാവ് സംശയാത്മാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനായി ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ചെയ്യുന്നു. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ എൻ്റെ പിതാവെ, അങ്ങേ ഞാൻ സ്തുതിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ ശരീരരക്തങ്ങളുടെ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ ബലി അങ്ങേക്ക് സമർപ്പിക്കുവാൻ ഭാവിയായിരുന്നിട്ടും എന്നെ അങ്ങ് കാരുണ്യപൂർവ്വം യോഗ്യനാക്കി. അങ്ങയുടെ അജഗണമായ ജനത്തിൻ്റെ കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും ലോകം മുഴുവൻ്റെയും അനുരഞ്ജനത്തിനും എല്ലാ സഭകളുടെയും സമാധാനത്തിനും ശാന്തിക്കും വേണ്ടി ഞാനിവ അനുഷ്ഠിക്കുന്നു. കർത്താവെ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരനെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുക നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സ്വീകരിക്കട്ടെ. അങ്ങേക്ക് ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന അവിടുന്ന് സംവേദനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അയോഗ്യരും പാപികളുമായിരുന്നിട്ടും അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളുടെ പരികർമ്മത്തിന്
ഞങ്ങളെ അങ്ങ് കാരുണ്യപൂർവ്വം യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികരണം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. സഹോദരനെ മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുന്നു. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും സ്തുതിയോടുകൂടെ കർത്താവിനെ പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുകയും ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ ദൂതാശ്ചര്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായ ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലെ ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. അഖില ചരാചര ദൈവത്തിനു ബലിയർപ്പിപ്പൂ. കർത്താവേ, ഞങ്ങളുടെ മനസ്സിനെ എല്ലാ അശുദ്ധതയിലും ദുഷ്ടതയിലും അസൂയയിലും വഞ്ചനയിലും വിദ്വേഷത്തിലും നിന്ന് വിമുക്തമാക്കണമേ. അങ്ങയുടെ കരുണയാൽ തമ്മിലും മറ്റെല്ലാവരോടും സ്നേഹവും ഐക്യവും ഉളവാക്കണമേ. വിശുദ്ധവും സജീവവുമായ ഈ തിരുക്കർമ്മം പ്രത്യാശാപൂർവം അനുഷ്ഠിക്കുവാൻ ഞങ്ങൾക്ക് ആത്മധൈര്യം നൽകുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ മഹത്വമേറിയ തൃത്വത്തിന്റെ ആരാധ്യവും മഹനീയവുമായ നാമം എല്ലാ തരങ്ങളിലും നിന്ന് സ്തുതിയും എല്ലാ നാവുകളിലും നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിലും നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000ങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടവിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്നു ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു.
Hosanna, Hosanna, Hosanna. പരിശുദ്ധൻ, പരിശുദ്ധൻ, പരമശക്തൻ, നിരന്തരം മുഴങ്ങുന്നു വാനിലേവൻ. പരമഖിലവും അഖിലേശ്വരാ, മഹിമയാൽ നിറയുന്നു തിരുമകനേ. ഹോശാന, ഈശ്വരസദനം. ഹോശാന, ഹോശാന, ഹോശാന. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയുടെ സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്യുന്നു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങളിപ്പോൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ ഭക്ഷിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട ആ രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ മക്കളിലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്റെ കർത്താവായ ദൈവമേ, എന്റെ ഈശോയെ ദൈവമേ. അപ്രകാരം തന്നെ പാനപാത്രം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി സകലർക്കും വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവൻ. എന്റെ കർത്താവായ ദൈവമേ, എന്റെ ഈശോയെ ദൈവമേ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ഈ ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയ ഞങ്ങളെ സമർത്ഥിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും
കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ മാർ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കും, ഞങ്ങളുടെ സഭയുടെ തലവനായ മാർ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്കും, മാർ ആന്റണി മെത്രാപ്പൊലീത്തായ്ക്കും, വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും, പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കും വേണ്ടി ഈ കുർബാനയെന്ന് സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും ശ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും അന്നകരുടെയും ബഹുമാനത്തിനും അങ്ങയെ പ്രീതിപ്പെടുത്തിയ നീതിമാന്മാരായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി ഈ കുർബാനയെന്ന് സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും, ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും, അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം പ്രതീക്ഷിക്കുന്ന ഈ സമൂഹത്തിനും ഈ ഇടവക മുഴുവനും വേണ്ടി, ലോകം മുഴുവനുള്ള രോഗികൾക്കും പീഡിതർക്കും വേണ്ടിയും ബലഹീനനും ഭാവിയുമായ എനിക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ ഭക്ഷിപ്പിച്ചതുപോലെ ഈ തിരുശരീര രക്തങ്ങൾ വിശുദ്ധ ബലിപീഠത്തിൽ നിനക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും ഈ സമർപ്പണം വഴി അങ്ങയെ പ്രസാദിപ്പിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ അവലനീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവനും അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്നേഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിന്റെയും വിശുദ്ധിയുടെയും മാർഗം ഭക്ഷിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ഈ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധി നിൽക്കുന്നു. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവവുമായ ഈ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടി. കർത്താവായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. അങ്ങയുടെ ദാസന്മാരുടെ ഈ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങയെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ ഈ രക്ഷാപദ്ധതിയെക്കുറിച്ച് ഞങ്ങൾ അങ്ങയെ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞതയർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. പരിമള സസ്യങ്ങളെയും സുഗന്ധദ്രവ്യങ്ങളെയും നാഥ ഭക്താന ഘടകത്തിന്റെ കൂടാരത്തിൽ ശ്രേഷ്ഠ പുരോഹിതനായ അഹരോനർപ്പിച്ച ധൂപം പോലെ ഞങ്ങളുടെ പ്രാർത്ഥനയും ധൂപവും അങ്ങയെ പ്രസാദിപ്പിക്കട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവം അങ്ങയെ സ്നേഹത്തിന്റെ പരിമളത്താലിനെ സുഗന്ധപൂരിതനാക്കണമേ. വഴിതെറ്റിപ്പോയി ഞങ്ങളെ അന്വേഷിച്ച് കണ്ടെത്തി നല്ലിടയനായ കർത്താവെ, അറിഞ്ഞും അറിയാതെയും ഞങ്ങൾ ചെയ്ത തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ.
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ വിശുദ്ധ ബലിപീഠത്തിൽ നിൽക്കുന്ന ഈ ശുശ്രൂഷകരെയും അങ്ങയുടെ കാരുണ്യം കാത്തു നിൽക്കുന്ന ഈ ജനങ്ങളെയും സുഗന്ധപൂരിതരാക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുക്കല്ലറയുടെ സാദൃശ്യമായ ഈ വിശുദ്ധ ബലിപീഠത്തെയും സുഗന്ധപൂരിതമാക്കണമേ. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായെ, അങ്ങയുടെ നാമത്തിന് എപ്പോഴും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്ത്യാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തലിച്ചുകൊണ്ടും സഹോദരിയുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും കുറ്റങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങയെ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നിർമ്മല ഹൃദയത്തോടും പ്രസന്നവദനത്തോടും മനോവിശ്വാസത്തോടും കൂടെ എപ്പോഴും അങ്ങയുടെ സന്നിധിയിൽ വ്യാപരിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഏകസ്വരത്തിൽ അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ.
എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. ദൈവപുത്രന്റെ മരണം വഴി കുരിശിൽ സ്വീകരിച്ചു. കുരിശാകുന്നു വായ്മഹത്വത്തിനേച്ചാലും കുരിശിന്റെ തണലിൽ നമുക്ക് അഭയം തേടാം. ക്രൈസ്തവന്റെ പടവാളും സ്നേഹത്തിന്റെ പതാകയുമായ കുരിശും നമുക്ക് അഭിമാനിക്കാം. കുരിശിലെ ബലി വഴി തന്റെ രക്തങ്ങൾ ഞങ്ങൾക്ക് നൽകിയ കർത്താവേ, ഞങ്ങളെ സ്തുതിക്കുന്നു. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ പ്രസാദവരം നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. സഹോദരരെ, ഇതാ നമുക്കായി സ്വർഗീയ വിരുന്നൊരുക്കിയിരിക്കുന്നു. ഇതിൽ പങ്കുകൊള്ളുന്ന നമ്മെ ദൈവം എന്നേക്കുമായി തന്റെ രാജ്യത്തിന് അവകാശികളാകട്ടെ. സ്നേഹം വച്ചു വിളമ്പും ദിവ്യമുഹൂർത്തമായിതാ. സ്നേഹപിതാവാം ദൈവം നൽകും സ്നേഹവിരുന്നിതാ. സ്നേഹം വച്ചു വിളമ്പും ദിവ്യമുഹൂർത്തമായിതാ. സ്നേഹപിതാവാം ദൈവം നൽകും സ്നേഹവിരുന്നിതാ. തിരുമൈ നിണമായി മാറിയ തിരുഹൃദയം ഇതാ. തിരുവോസ്തിയായി നമ്മുടെ ഹൃദയത്തിൻ മുൻപിൽ. തിരുമൈ നിണമായി മാറിയ തിരുഹൃദയം ഇതാ. തിരുവോസ്തിയായി നമ്മുടെ ഹൃദയത്തിൻ മുൻപിൽ. സ്വീകരിച്ചിടാം ഈ ദിവ്യഭോജ്യം. ഹൃദയത്തിൽ അലിയുമീ ദിവ്യഭോജ്യം. സ്വീകരിച്ചിടാം ഈ ദിവ്യഭോജ്യം. ഹൃദയത്തിൽ അലിയുമീ ദിവ്യഭോജ്യം. പരിശുദ്ധാത്മാവിന്റെ കൃപാർത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹനീയ തൃത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ മിശിഹായെ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ഈ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. തന്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ പൊറുക്കുകയും രക്തത്താൽ നമ്മുടെ പാപങ്ങളുടെ കറ മായ്ച്ചു കളയുകയും ചെയ്ത കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ.
ദൈവത്തിൻ്റെ അനുഗ്രഹീത ജനമേ, കർത്താവിൻ്റെ മേച്ചിൽ സ്ഥലത്തെ അജഗണമേ, നിങ്ങളുടെ മേൽ അവിടുന്ന് കൃപാവരം ചൊരിയട്ടെ. തൻ്റെ കാരുണ്യവും അനുഗ്രഹവും നിങ്ങളുടെ മേൽ അവിടുന്ന് വർഷിക്കട്ടെ. അവിടുത്തെ പരിപാലനയുടെ വലങ്കൈ നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഇനിയൊരു ബലി അർപ്പിക്കാൻ ഞങ്ങൾ വരുമ്പോൾ നിത്യപുരോഹിതനായ ഈശോ അവരുടെ ലോകതന്ത്രങ്ങളിൽ നാം സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമതങ്ങളായും ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ യുഗത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും കാലത്തിന്റെ സൗഭാഗ്യത്തിനുമായി തീരട്ടെ. ലോകരക്ഷകനായ ഈശോ, വൈദികരുടെ രാജ്ഞിയായ മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.